ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ആദ്യം വരുന്നത് ഇവിടെ എസ്സേ റൈറ്റിംഗ് ആണ്. റൈറ്റ് ആൻ എസ്സേ ഇൻ നോട്ട് മോർ ദാൻ 300 വേർഡ്സ് അറ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം എനി വൺ ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതിൽ 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഏതാണോ നമുക്ക് കൂടുതൽ അറിയാമെന്ന് തോന്നുന്നത് അത് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. 3 എണ്ണം എന്താ? ഡിസ്ക്രൈബ് എ ടിപ്പിക്കൽ സൺഡേ ഇൻ യുവർ ഹൗസ് ആണ് ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ടിപ്പിക്കൽ സാധാരണ ഒരു സൺഡേ എങ്ങനെയായിരിക്കും, അപ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെറേറ്റീവ് സ്റ്റൈലിൽ ഓരോ കാര്യങ്ങളും നല്ല ഡിസ്ക്രൈബ് ചെയ്തിട്ട് വിവരിച്ചിട്ട് വേണം അത് എഴുതാൻ. 300 വേർഡ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്, 10 മാർക്സും ഉണ്ട്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ട് എഴുതണം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതുക. പിന്നെ അതുപോലെ തന്നെ ആ സൺഡേ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഉണ്ടായത്, അല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻ ആ സൺഡേയിൽ എന്തൊക്കെയായിരുന്നു. ആരെങ്കിലുമൊക്കെ ലോക്ക്ഡൗൺ സമയത്ത് കൊണ്ട് ആരും അധികം വീട്ടിലേക്ക് വരിക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടൈം ബോറടി മാറ്റാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ അലോൺനെസ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു, ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തോട്ട്സ്, എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയത്, അങ്ങനെയൊക്കെ നല്ല ഡിസ്ക്രൈബ് ചെയ്ത് കഥ പറയണ പോലെ നിങ്ങൾക്ക് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് യുവർ സ്കൂൾ യൂണിഫോം. നിങ്ങളുടെ സ്കൂൾ യൂണിഫോം, എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇടും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്കൂൾ യൂണിഫോമിനുണ്ട് ഒരു ഓട്ടോബയോഗ്രഫി. എന്താ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ? ആത്മകഥ. നമ്മൾ നമ്മുടെ തന്നെ കഥ എഴുതുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓട്ടോബയോഗ്രഫി. വെൻ വി റൈറ്റ് അവർ സ്റ്റോറി ബൈ അവർ സെൽഫ്. നമ്മുടെ കഥ മറ്റൊരാൾ പറയണതിന് നമ്മൾ ബയോഗ്രഫി എന്ന് പറയും. നമ്മുടെ സ്റ്റോറി നമ്മൾ തന്നെ എഴുതുമ്പോൾ അത് ഓട്ടോബയോഗ്രഫി എന്ന് പറയും. അപ്പോൾ സ്കൂൾ യൂണിഫോം അതിൻ്റെ കഥ പറയുകയാണെന്ന് വിചാരിക്കുക. അതെവിടെ ജനിച്ചു, അത് ആദ്യമായിട്ട് ആരും ഉപയോഗിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ പാരൻസ് എന്തായിരുന്നു, പിന്നെ അതെങ്ങനെയാണ് സ്കൂൾ യൂണിഫോമായിട്ട് മാറിയത്, അതിൻ്റെ ഫാമിലി മെമ്പേഴ്സ്. ഒരു മനുഷ്യനാണ് യൂണിഫോം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇമാജിനേഷനിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമാജിനേഷനിൽ സ്കൂൾ യൂണിഫോം എങ്ങനെയാണ് അതിൻ്റെ കഥ പറയുക, അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ബൈ ബർത്ത് എങ്ങനെയാണെന്നൊക്കെ എഴുതാം. ദെൻ നറേറ്റ് ആൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. അൺഫോർഗറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മറക്കാനാവാത്ത ഒരു അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ എന്തെങ്കിലും മറക്കാനായിട്ടുള്ളൊരു അനുഭവം, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റഡ് ആവാം, നിങ്ങളുടെ സ്കൂൾ റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി സിബ്ലിങ്സ് ഒക്കെ റിലേറ്റഡ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ഇന്നും ഓർക്കുന്ന, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. അടുത്തത് റീഡിങ് കോംപ്രിഹെൻഷൻ സെക്ഷനാണ്. നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ലാംഗ്വേജ് പേപ്പേഴ്സിലൊക്കെ ഇങ്ങനെ റീഡിങ് കോംപ്രിഹെൻഷൻ സെക്ഷൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോസ് ആണ്. അപ്പോൾ ഞാൻ വായിക്കുന്നില്ല, കാരണം അത് ഈസിയാണ്. 1-2 പ്രാവശ്യം വേഗം വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. അപ്പോൾ ഇതിനൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ ആ ഒരു വേർഡ് ഉണ്ടായിരിക്കും, ആ വേർഡ് പാരഗ്രാഫിൽ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അധികം സമയം കളയാതെ റീഡിങ് കോംപ്രിഹെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു പാസേജിൽ നിന്നും കൃത്യമായിട്ട് അർത്ഥം വരുന്ന വാക്കുകൾ ഏതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് വേർഡ്സ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻ ദ ഫോളോയിങ്. അപ്പോൾ അതായത് ആ ഒരു സിനോണിംസ് കണ്ടെത്താനാണ്. അപ്പോൾ ഓരോന്നിൻ്റെ സിനോണിംസ് ആ പാസേജ് വായിച്ചാൽ മനസ്സിലാവും. സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരപദം, അത് കണ്ടുപിടിക്കുക. ദെൻ ആൻറ്റോണിംസ് ചോദിച്ചിട്ടുണ്ട്. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ്. അപ്പോൾ തന്നിട്ടുള്ള വാക്കുകളുടെയൊക്കെ ഓപ്പോസിറ്റ് ആ പാസേജിലുണ്ട്, അപ്പോൾ അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ എനിമി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാക്കുണ്ടാവും. ഹാർഡസ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് അതിൽ ഉണ്ടാവും. ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നീന്തുക, സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് വേർഡ്സുകൾ ഉണ്ടാവും, അത് കണ്ടെത്തുക. ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഒരു പാസേജുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. ABCDE എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത്, റൈറ്റ് എ കോമ്പോസിഷൻ ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ്. കോമ്പോസിഷൻ എഴുതാനാണ് എന്തിനെങ്കിലും കുറിച്ച്. സെയിം പാറ്റേൺ തന്നെ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം പാറ്റേൺ. ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ചൈൽഡ്ഹുഡ് ഈസ് ദ ബെസ്റ്റ് പീരീഡ് ഓഫ് വൺസ് ലൈഫ്. എല്ലാവരും പറയും കുട്ടിക്കാലമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന്. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഡിസ്ക്രൈബിങ് ഇൻസിഡൻസ് ഫ്രോം യുവർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. അത് ശരിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ശരിയാവുന്ന വണ്ണം
നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കുട്ടിക്കാലമാണ് അല്ലേ, 8th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ലേറ്റ് ചൈൽഡ്ഹുഡ് തന്നെയാണ്, നിങ്ങൾ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാലത്തെ നിങ്ങളുടെ അനുഭവങ്ങൾ, അപ്പോൾ ഏറ്റവും സുന്ദരമായ കാലമാണ്, അതെങ്ങനെയാണെന്ന് ജസ്റ്റിഫൈ ചെയ്യുക. ഇനി ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, CCTV ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ മസ്റ്റ് ബി ഇൻസ്റ്റാൾഡ് ഇൻ എവറി ക്ലാസ് റൂം. എല്ലാ ക്ലാസ് റൂമിലും CCTV വയ്ക്കണമെന്ന്. ഗിവ് യുവർ വ്യൂസ് ഐദർ ഫോർ ഓർ എഗെയിൻസ്റ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എന്ന് പറഞ്ഞാൽ എന്താ, അനുകൂലിച്ച്, എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രതികൂലിച്ച്. അതായത് വെക്കണം എങ്കിൽ അതിന് കാരണം എന്താണെന്ന് എഴുതുക, വെക്കേണ്ട എങ്കിൽ അതിന് കാരണം എന്താണെന്നും എഴുതുക. ഇനി അടുത്തത്, തിങ്ക് ഓഫ് എ ടൈം വെൻ യു ഫൗണ്ട് യുവർ സെൽഫ് ഇൻ ആൻ എംബറാസിങ് സിറ്റുവേഷൻ. നിങ്ങൾ വളരെ എംബറാസിങ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള, വളരെ ഭയപ്പെടുത്തുന്ന, വളരെ നല്ല രീതിയല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അകപ്പെട്ടു എന്ന് വിചാരിക്കുക. നറേറ്റ് ഹൗ യു ഗോട്ട് ഇൻ ടു ദാറ്റ് സിറ്റുവേഷൻ. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് കഥ പറയണ പോലെ പറയാം. ഹവ് യു ഡീൽഡ് വിത്ത് ഇറ്റ്. ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ അതിനെ എങ്ങനെ തരണം ചെയ്തു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്തു. ആൻഡ് ദ ലെസൺ യു ലേൺ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം എന്താണ്, അത് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ റൈറ്റ് ആൻ ഒറിജിനൽ ഷോർട്ട് സ്റ്റോറി ടൈറ്റിൽ ദ അൺനോൺ ട്രൂത്ത്. ഒരു ഷോർട്ട് സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ അതിൻ്റെ പേര്, ദ അൺനോൺ ട്രൂത്ത്, അറിയപ്പെടാത്ത സത്യം എന്ന രീതിയിലൊരു ഒറിജിനലായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി, നിങ്ങളായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു ചെറുകഥ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. അതിൻ്റെ പേരെന്തായിരിക്കണം, അൺനോൺ ട്രൂത്ത് എന്ന് ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള എന്താ പറയുക, നമ്മുടെ സ്വന്തം ഇന്നോവേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ്നെസ് കാണിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇത്. ഇത് നമ്മളിങ്ങനെ എഴുതി നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ടൈം ഉള്ളപ്പോൾ നമ്മൾ എഴുതി നോക്കുക കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യനാണ്, സ്റ്റഡി ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തുള്ള ചിത്രം പഠിക്കുക. റൈറ്റ് എ സ്റ്റോറി ഓർ ഡിസ്ക്രിപ്ഷൻ. ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓഫ് ഓർ ആൻ അക്കൗണ്ട് ഓഫ് വാട്ട് ഈസ് സജസ്റ്റ് ടു യു. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുസരിച്ച് എഴുതുക. യുവർ കോമ്പോസിഷൻ മേ ബി അബൌട്ട് ദ സബ്ജക്റ്റ് ഓഫ് ദ പിക്ചർ ഓർ മേ ടേക്ക് സജഷൻസ് ഫ്രം ഇറ്റ്. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയിട്ട് എഴുതുക. ദർ മസ്റ്റ് ബി എ ക്ലിയർ കണക്ഷൻ ബിറ്റ്വീൻ ദ പിക്ചർ ആൻഡ് യുവർ കോമ്പോസിഷൻ. കോമ്പോസിഷനും പിക്ചറും തമ്മിൽ ക്ലിയർ ആയിട്ടുള്ള കണക്ഷൻ വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട്. ഫ്രണ്ടിൽ ലെറ്റർ എഴുതലാണ്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററാണ്. ഹു വാസ് ആബ്സെൻറ്റ് ഫ്രം സ്കൂൾ ഓൺ എ ഡേ വെൻ എ റിയലി കോമിക്കൽ ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്. നിങ്ങളുടെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ട്, അപ്പോൾ സ്കൂളിൽ ഭയങ്കര തമാശയുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നു, അന്ന് ആ ഫ്രണ്ട് ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കാര്യം വിവരിച്ചുകൊണ്ട് ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതാനാണ്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്താ ഇൻഫോർമൽ ലെറ്ററിൽ ആദ്യം വേണ്ടത്, എന്താ, നമ്മുടെ അഡ്രസ്സാണ് ആദ്യം കൊടുക്കേണ്ടത്. ഫ്രം അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഫ്രം അഡ്രസ്സ് കൊടുക്കാം. ദെൻ എന്താ, ഡേറ്റ് കൊടുക്കുക. ദെൻ ഡിയർ ഫ്രണ്ട് സല്യൂട്ടേഷൻ കൊടുക്കുക. ദെൻ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. അങ്ങനെ പാരഗ്രാഫുകൾ എഴുതിയിട്ട് US ലവിംഗ്ലി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതാണ്. അപ്പോൾ അങ്ങനെ ഡിസ്ക്രൈബ് ദ ഇൻസിഡൻറ്റ്, സേ വാട്ട് വാസ് സോ ഫണ്ണി അബൌട്ട് ഇറ്റ്. എന്താണ് അതിൻ്റെ ഫണ്ണി എന്ന കാര്യങ്ങളൊക്കെ പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, യുവർ ക്ലാസ് വോണ്ട്സ് ടു വിസിറ്റ് ആൻ ഓൾഡ് ഏജ് ഹോം ഇൻ യുവർ ടൗൺ. നിങ്ങളുടെ ടൗണിൽ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ എന്താ, വയസ്സായ ആളുകൾ താമസിക്കുന്ന സ്ഥലം, വൃദ്ധസദനം. റൈറ്റ് എ ലെറ്റർ ടു യുവർ പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാളിന് ലെറ്റർ എഴുതുക, സീക്കിങ് പെർമിഷൻ ഫോർ ദ സെയിം. ഈ ഒരു കാര്യത്തിന് അനുവദിക്കണം, നിങ്ങളെ കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് പോകണം, അപ്പോൾ അതിന് അനുമതി, പെർമിഷൻ നൽകാമെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പാളിനൊരു ലെറ്റർ എഴുതുക. അത് ഫോർമൽ ലെറ്റർ ആയിരിക്കണം. ഫോർമൽ ലെറ്ററിൽ എങ്ങനെയൊക്കെ വേണ്ടേ, ഫ്രം അഡ്രസ്സ് വേണം, ഡേറ്റ് വേണം, ദെൻ ടു അഡ്രസ്സ് വേണം, സബ്ജക്റ്റ് വേണം, അല്ലേ, ദെൻ സല്യൂട്ടേഷൻ വേണം. അപ്പോൾ ആ ഒരു ഫോർമാറ്റൊക്കെ പറഞ്ഞു തന്നിട്ട്, അപ്പോൾ അതങ്ങനെ ഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ വേണോ ഫോർമൽ വേണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുന്നത്, ദ സ്കൂൾ ഡ്രാമ ക്ലബ് ഈസ് പ്ലാനിങ് ടു സ്റ്റേജ്. ഒരു 1 night play നടക്കുന്നുണ്ട്, ഒരു നാടകം. അതിൻ്റെ തീം എന്താ, ക്രിയേറ്റ് അവയർനെസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് വാട്ടർ. വെള്ളം സേവ് ചെയ്യുക എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നാണ് അതിൻ്റെ തീം. റൈറ്റ് എ നോട്ടീസ്. ഒരു നോട്ടീസ് എഴുതലാണ്, ടു ബി പുട്ട് അപ്പ് ഓൺ ദ സ്കൂൾ നോട്ടീസ് ബോർഡ്. അപ്പോൾ നമ്മൾ നോട്ടീസ് മേക്കിംഗ് നമ്മൾ പഠിച്ചതാണ്. ഇമെയിലും അതുപോലെ നോട്ടീസൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ക്യാച്ചി ഹെഡിങ് വേണം, 2 ലൈനിലായിട്ട് വേണം, സ്കൂളിൻ്റെ പേര് വേണം, എല്ലാ ഫോർമാറ്റുകളും പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതുപോലെ ആ മാച്ചർ കൃത്യമായിട്ട് വേണം. അപ്പോൾ അങ്ങനെ ഒരു നോട്ടീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇൻവൈറ്റിംഗ് പാർട്ടിസിപ്പൻസ് ടു ദ സെയിം. അപ്പോൾ ഒരു നോട്ടീസ് മേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ സെയിം വരുന്നത് ഇമെയിലാണ്. റൈറ്റ് ആൻ ഇമെയിൽ ടു ദ പ്രിൻസിപ്പൽ ഓഫ് എ നെയ്ബറിംഗ് സ്കൂൾ റിക്വസ്റ്റിംഗ് ഹിം ഓർ ഹേർ ടു സെൻഡ് എ
children to participate in a interactive session which will follow the play. അപ്പോൾ ഇമെയിലിൽ നമ്മൾ ഒരുപാട് മോഡൽ നോക്കിയതാണ്. ഇമെയിൽ എന്താ ടു ദേവമാത പ്രിൻസിപ്പാൾ ദേവമാത gmail.com അങ്ങനെ എഴുതാൻ പറഞ്ഞു. ദെൻ അതിനുശേഷം സബ്ജക്റ്റ് എഴുതണം. എന്താണോ സബ്ജക്റ്റ് അത് എഴുതണം. ദെൻ ഡിയർ മാഡം ആ കാര്യം എഴുതുക. അപ്പോൾ അങ്ങനെയാണ് ഇമെയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അടുത്തത് റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. പാസേജ് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കൽ. അപ്പോൾ അതിന് ചില വേർഡ്സുകളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഉണ്ട്. പിന്നെ നമ്മളോട് പിന്നെ ചെറുതായിട്ട് ഇവിടെ ഇപ്പോൾ ഗ്രാമർ സെക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രാമർ സെക്ഷനിൽ നമ്മളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫില്ലിംഗ് ദ നമ്പേർഡ് ബ്ലാങ്ക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ശ്രദ്ധിക്കുക. ഫിൽ ഇൻ ഈച്ച് ഓഫ് ദ നമ്പേർഡ് ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അത് വേറൊരു മോഡലാണ്. നിങ്ങൾക്ക് ഒരുപാട് എക്സാമിന് കാണുന്നുണ്ട്. അത് ബ്രാക്കറ്റ്സിൽ ഒരു വെർബ് തന്നിട്ടുണ്ടാകും, പക്ഷെ അതിൻ്റെ കറക്റ്റ് ഫോം ശരിയാക്കിയ രീതിയിൽ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വി ആർ നോട്ട് അലൗഡ് ടു ടോക്ക് ഡ്യൂറിങ് ദ ലെക്ചർ. ദ ചിൽഡ്രൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്തെന്നാ തന്നിട്ടുള്ളത്? സിറ്റ് എന്നാണ്. പക്ഷെ നമ്മളവിടെ എന്തെന്ന് എഴുതേണ്ടത്? സിറ്റ് അല്ല എഴുതേണ്ടത്, സിറ്റിംഗ് എന്നാക്കി മാറ്റണം. ഇൻ എ നീറ്റ് സർക്കിൾ ആൻഡ് ടുവിൻ്റെ ആൻസർ എന്താ? ബിഗിൻ ആണ്. പക്ഷെ നമ്മളത് എന്തെന്ന് എഴുതിയാൽ മതി? ബിഗിൻ തന്നെ എഴുതിയാൽ മതി. ഡാഷ് മൂന്നാമത്തെ കോപ്പി എന്താ അവിടെ വരിക? കോപ്പിയിങ് ദെയർ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ അതിന് ശേഷം പിന്നെ വരുന്നത് മോസ്റ്റ് സ്ക്രാച്ച് തന്നെയാണ് വരിക. ഇൻഡേർഡ് വിത്ത് സ്റ്റിക്കി ദേ എന്താ അവിടെ ബ്രിങ്ങിന് പകരം പാസ്റ്റ് ടെൻസ് ആണ് വരിക, ബ്രോട്ട് വരും. ബാക്കിയുള്ളവർക്കൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ബ്രിങ്ങിന് പകരം ഇവിടെ ബ്രോട്ട് വന്നിട്ടുണ്ട്. അതിനുള്ള അതുപോലെ തന്നെ ബ്രിങ് ബ്രോട്ടാവും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഹാസ് ആണ്. ഹാസിന് പകരം അവിടെ വരുന്നത് ഹാവ് ആയിട്ട് മാറും. റൈറ്റ് എന്നുള്ളത് റൈറ്റ് തന്നെയായിട്ടാണ് മാറുന്നത്. പിന്നെ അവിടെ ഡിപ്പ് എന്നുള്ളത് ഡിപ്ഡ് എന്നായിട്ട് മാറും. ഇവിടെ ഒന്നാമത്തത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്തെന്നാണ് എഴുതിയിട്ടുള്ളത്? സിറ്റിംഗ് ആണ്. അപ്പോൾ ചിൽഡ്രൻ സിറ്റ് എന്നുള്ളത് എന്താണ്? സിറ്റിംഗ് ആണ്. അപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അതൊരു കാര്യം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രസൻറ്റ് ടെൻസിനെ കാണിക്കാനാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഈ പറയുന്ന സമയത്ത് കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുട്ടികൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സിറ്റിംഗ് എന്ന് പറയാൻ കാരണം. ദെൻ ഇനി ബിഗിൻ തന്നെ വരാൻ കാരണം എന്താണ്? അത് ഒരു സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ കാണിക്കാനാണ്. അപ്പോൾ എന്താണോ ആ ആക്ഷൻ്റെ സ്റ്റേറ്റ് അത് കാണിക്കാനാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് ടെൻസിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കോപ്പിയിങ് ആയി മാറാൻ കാരണം എന്താ? അവിടെ ആ ഒരു ഓൺഗോയിങ് ആക്ഷനാണ്. കോപ്പിയിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അവർ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആക്ഷൻ ഈസ് കണ്ടിന്യൂയിങ്. അപ്പം നമ്മൾ പറയുന്ന സമയത്തും ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് എന്ത് ടെൻസിലാണെന്ന് നമ്മൾ പറഞ്ഞു? കണ്ടിന്യൂസ് ടെൻസിൽ വേണം. അപ്പോൾ അതുകൊണ്ട് കോപ്പിയിങ് ആണെന്ന് പറഞ്ഞു. ഇനി മോസ്റ്റ് ചിൽഡ്രൻ എന്താ അവിടെ അടുത്തത് വരിക? സ്ക്രാച്ച് തന്നെയാണ് വരിക. കാരണം എന്താ? ചിൽഡ്രൻ എന്താണ് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ്. അപ്പോൾ സ്ക്രാച്ച് എന്താണ് ചെയ്തതെന്ന്, അപ്പോൾ സ്ക്രാച്ചാണ്. പിന്നെ അതെന്താ ബ്രോട്ട് വരാൻ കാരണം? പാസ്റ്റ് ടെൻസ് ആയിട്ട്. ബ്രിങ് ബ്രോട്ട് ആവാൻ കാരണം എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റിക്കർ വേർ ദ ബ്രോട്ട് ഇൻ ദ പാസ്റ്റ്. കാരണം അവർ വാങ്ങിയിട്ടുള്ളത് സ്റ്റിക്സ് പാസ്റ്റിലാണ്. ഇപ്പോഴല്ല അവർ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ പറയാം. പക്ഷെ സ്റ്റിക്സ് വടികൾ വാങ്ങിയിട്ടുള്ളത് എപ്പോഴാണ്? പാസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രോട്ട് പറയണം. ഫോർ ദ പർപ്പസ് ദ മോർ ഫോർച്യുനേറ്റ് ഡാഷ് ഹാവ് ആണ് വരിക. ഇവിടെ ഹാവ് വരാൻ കാരണം എന്താ? കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ ചിൽഡ്രൻ, ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ കാണിക്കാനാണ്. അപ്പോൾ അതെന്താണ്? ഹാവിലാണ് വരിക. ഒരിക്കലും പാസ്റ്റ് ടെൻസ് അല്ല, ഹാവിലാണ് വരിക. ചിൽഡ്രൻ ആയതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വന്നു എന്ന് മാത്രം. ഓക്കെ, ദ മോർ ഫോർച്യുനേറ്റ് ഹാവ് വന്നു. കാരണം എന്താ? പ്ലൂറൽ ആയതുകൊണ്ട്. ദാറ്റ് ദേ ദെൻ 7th വൺ എന്താ വരുന്നത്? റൈറ്റ് തന്നെയാണ് വരുന്നത്. റൈറ്റ് തന്നെയാണ്. പെർഫോംഡ് വിത്ത് സ്ലേറ്റ് വിത്ത് ബോർഡ്. ഇപ്പം നടക്കുന്നൊരു കാര്യം ഇതുകൊണ്ട് എന്ത് തന്നെ മതി? പ്രസൻറ്റ് ടെൻസിൽ റൈറ്റ് തന്നെ വെച്ചാൽ മതി. ഓൺ ദ സ്റ്റിക്സ് ഡാഷ് ഡിപ്പ് എന്തായിട്ട് മാറും? ഡിപ്ഡ് ആയിട്ട് മാറും. അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആവാൻ കാരണം എന്താ? എന്ത് പറയാനത്? സ്റ്റേറ്റ് ഓഫ് ദ സ്റ്റിക്കിൻ്റെ അവസ്ഥ പറയാണ്. അത് ഓൾറെഡി പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യം ആയതുകൊണ്ടാണ് എന്തെന്ന് പറഞ്ഞത്? ഡിപ്ഡായിട്ട് മാറുന്നത്. സോ ടെൻസുകൾ മനസ്സിലാക്കിയിട്ട് എഴുതാം. ദെൻ അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. ഇത്
അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് പോലെയാണ് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. ദ മാച്ച് വാസ് പുട്ട് കേണ്ടത് പുട്ട് ഓഫ് ബിക്കോസ് ഓഫ് സ്നോഫോൾ. മഞ്ഞുവീഴ്ച കൊണ്ട് മാച്ച് മാറ്റി വെച്ചു. അപ്പോൾ പുട്ട് ഓഫ് എന്നാണ് വരിക. ഇനി ദ ഷോപ്പ് ഡീൽസ് ഡാഷ് ഇമ്പോർട്ടൻറ്റ് പെൻസ്. എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നത്? ഇമ്പോർട്ടൻറ്റ് പെൻസ് ആണ്. അപ്പോൾ ഡീൽസ് ഇൻ. ഇനി ഷീ ഹാസ് ജസ്റ്റ് കം എന്താ? കം ഇൻ ടു, നല്ലൊരു ഭാവിയിലേക്ക് എത്തി. ഇനി ദ സെയിൽസ്മാൻ ഡിഡ് നോട്ട് കം കഴിഞ്ഞിട്ട് എന്താ? അപ്പ് ടു ഹെർ. ഇനി ദ കറപ്റ്റ് ഒഫീഷ്യൽ വാസ് റിലീവ്ഡ് കണ്ട എന്താ? റിലീവ്ഡ് ഓഫ് എന്നാണ് നമ്മൾ പറയുക. ദ റിലീവ്ഡ് ഓഫ്. ദ കറപ്റ്റ് ഒഫീഷ്യൽ വാസ് റിലീവ്ഡ് ഓഫ് ഹിസ് ഡ്യൂട്ടീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ദ പ്രിസണർ ബ്രോക്ക് കഴിഞ്ഞിട്ട് എന്താ? ബ്രോക്ക് ഡൗൺ. ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? തകരുക. അണ്ടർ ക്വസ്റ്റ്യനിങ്. ഇനി ഐ കൗണ്ട് ഓൺ യുവർ ടൈംലി ഹെൽപ്പ്. ഇനി സുഹാസിനി ബാക്ക്ഡ് ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ ജസ്റ്റ് ബിഫോർ ദ ഫൈനൽ റൗണ്ട്. പിന്മാറി എന്നാണ് ബാക്ക്ഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്. ഫ്രേസൽ വെർബ് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ജോയിൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് ടു മേക്ക് വൺ കംപ്ലീറ്റ് സെൻറ്റൻസ്. ഇത് വേറൊരു പാറ്റേൺ നിങ്ങൾക്ക് കാണുന്നുണ്ട്. 2 സെൻറ്റൻസ് തരും, അതിന് ജോയിൻ ചെയ്യാൻ പറയും. പക്ഷേ ആൻഡോ ബട്ടോ സോയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നോക്കുക. ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഐ സ്വിച്ച്ഡ് ഓൺ TV. അപ്പോൾ അതെങ്ങനെ ആൻഡോ ബട്ടോ സോയോ വയ്ക്കാതെ നമുക്ക് തൊട്ട് മുൻപിൽ നമുക്ക് ഏതെങ്കിലും ഒരു എന്താ പറയുക കൺജക്ഷൻ ചേർത്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ചേർത്ത് കൊടുത്താൽ മതി. ഈ ആൻഡ് ബട്ട് സോ ഒക്കെ എന്ന് പറയുന്നത് എന്താ? കോർഡിനേറ്റിംഗ് കൺജക്ഷനാണ്. അത് തുല്യമായി പ്രാധാന്യമുള്ള 2 സെൻറ്റൻസുകളുടെ ഒപ്പം വെക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് വെച്ച് കൊടുത്താൽ മതി? സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടായിരുന്നു എന്താണ് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ, എന്താണ് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു. ഫുൾ സ്റ്റോപ്പ്. ഐ സ്വിച്ച്ഡ് ഓൺ TV. ഞാൻ TV ഓൺ ചെയ്തു. അപ്പോൾ ഇതിനെ രണ്ടിനും നമുക്ക് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. പക്ഷേ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ബട്ട് ആൻഡ് സോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ആഫ്റ്റർ ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഐ സ്വിച്ച്ഡ് ഓൺ ദ TV. അങ്ങനെ പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ഐ സ്വിച്ച്ഡ് ഓൺ TV. 2 രീതിയിൽ പറയാം. അടുത്ത് നോക്കിയേ. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് വെരി ഓൾഡ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് വളരെ പ്രായമുള്ള ഒരാളാണ്. ഹീ ഈസ് വെരി ആക്റ്റീവ്. പക്ഷെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഇങ്ങനെ പറയാം. ഓൾദോ എന്ന സബോർഡിനേറ്റീവ് കൺജക്ഷൻ ആദ്യം വയ്ക്കുക. എന്നിട്ട് എന്ത് പറയാം? ഓൾദോ മൈ ഗ്രാൻഡ് ഫാദർ ഈസ് വെരി ഓൾഡ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ പ്രായമുള്ള ആളാണെങ്കിലും ഹീ ഈസ് വെരി ആക്റ്റീവ്. അദ്ദേഹം ഭയങ്കര ആക്റ്റീവാണ്. അടുത്ത നോക്കിയേ. ജാസ്പർ ഗേവ് മീ സം ഫുഡിങ്. ജാസ്പർ എനിക്ക് എന്ത് ചെയ്തു? കുറച്ച് പുഡിങ് തന്നു. ജാസ്പർ വാണ്ടഡ് മീ ടു ടേസ്റ്റ് ഇറ്റ്. ജാസ്പറിന് ഞാനത് ടേസ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാ? ജാസ്പർ ഗേവ് മീ സം പുഡിങ് ഇൻ ദ ഹോപ്പ് ദാറ്റ് ഐ വുഡ് ടേസ്റ്റ് ഇറ്റ്. എന്താണ്? ജാസ്പർ ഗേവ് മീ സം പുഡിങ് ഇൻ ദ ഹോപ്പ് ദാറ്റ് ഐ വുഡ് ടേസ്റ്റ് ഇറ്റ്. അങ്ങനെ നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അടുത്ത് നോക്കിയേ. ദിസ് ഈസ് ദ ഹോസ്പിറ്റൽ ഐ വാസ് ബോൺ. അപ്പോൾ അതിന് നോക്കിയേ. ദിസ് ഈസ് ദ ഹോസ്പിറ്റൽ. ഇതാണ് ഹോസ്പിറ്റൽ. ഫുൾ സ്റ്റോപ്പ്. ഐ വാസ് ബോൺ ഹിയർ. ഞാൻ ഇവിടെയാണ് ജനിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക? ദിസ് ഈസ് ദ ഹോസ്പിറ്റൽ. ദിസ് ഈസ് ദ ഹോസ്പിറ്റൽ വേർ ഐ വാസ് ബോൺ ഹിയർ. ഓക്കെ. എന്തെന്ന് പറയാം? ദിസ് ഈസ് ദ ഹോസ്പിറ്റൽ വേർ ഐ വാസ് ബോൺ എന്ന് പറയാം. അപ്പോൾ ഹിയർ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഹോസ്പിറ്റൽ വിച്ച് ഐ വാസ് ബോൺ എന്നും എഴുതാം. മാറ്റിയിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ഹിയറിന് നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി. നോക്കിയേ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ്. നിതിൻ ഈസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് ദ ഫാമിലി. നിതിൻ ഈസ് ദ യങ്ങസ്റ്റ് ചൈൽഡ്. നിതിനാണ് ആ ഫാമിലിയിലെ യങ്ങസ്റ്റ് ചൈൽഡ്. ഇനി അത് യങ്ങർ വയ്ക്കുമ്പോൾ എന്താ? യങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിയാണ്? നമുക്ക് 3 ഡിഗ്രികളുണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് യങ്ങസ്റ്റ്. അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള യങ്ങറാക്കി മാറ്റണം. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ട് നിതിൻ ഈസ് ദ
younger child of the family. Nidin is the younger than all other children of the family. Nidin is younger than the youngest child of the family. Nidin is younger child of the family. ഏതാ വരിക? ഏതാ വരിക? നിതിൻ ഈസ് younger than the other children in the family. അല്ലേ? ഓക്കെ, നിതിൻ ഈസ് younger than the other children in the family. ഓക്കെ, യങ്ങർ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിതിൻ ഈസ് younger than the other children in the family. അല്ലെങ്കിൽ എന്താണ്? അപ്പം ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് ആകുമ്പോൾ ഏതാ പറയാൻ പറ്റുക? നിതിൻ ഈസ് younger than all other children in the family. ഓപ്ഷൻ ബി അല്ലേ? നിതിൻ ഈസ് younger than all other children in the family. അടുത്ത് നോക്കിയത്, the peasants regarded him as a thief and called him a villain. പെസൻസ് ഒരു തീഫായിട്ട് കണ്ടു, വില്ലൻ എന്ന് വിളിച്ചു. ഇനി പെസൻസിൽ എൻ്റെ ആണ് ആ സെൻറ്റൻസ്. അപ്പോൾ എങ്ങനെയാണ് അർത്ഥം മാറാതെ എഴുതുക? The peasants regarded him as a thief and called him a villain. Peasants regarded എങ്ങനെയാണ്? him as a thief and called him a villain. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുക? ഓപ്ഷൻ എ, he was regarded as a thief and called a villain by the peasants. അടുത്തതോ, he was regarded by a thief and called a villain by the peasants. അല്ല, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹി വാസ് റിഗാർഡഡ് ആസ് എ തീഫ് ആൻഡ് കോൾഡ് എ വില്ലൻ ബൈ ദ പെസൻസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഐ വാസ് ടച്ച്ഡ് ബൈ ദ ജനറോസിറ്റി ഓഫ് ദ സ്ട്രേഞ്ചർ. റീറൈറ്റ് ദ സെൻറ്റൻസ് ഇൻ ടു അപ്പോസ്ട്രോഫി. അതൊരു അപ്പോസ്ട്രോഫി വെച്ചിട്ട് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോസ്ട്രോഫി എന്ന് പറയണത് എന്താ? ഒരു കഴിഞ്ഞിട്ടൊരു അപ്പോസ്ട്രോഫി എസ് ഇടലാണ്. അപ്പോൾ ഐ വാസ് ടച്ച്ഡ് ബൈ ദ ജനറോസിറ്റി ഓഫ് ദ സ്ട്രേഞ്ചർ.